Hi everyone, welcome to Actions Academy. വെൽക്കം ടു ഐറിൻസ് അക്കാഡമി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇന്ന് പഠിക്കാൻ പോകുന്ന ഇഡിയം To bite the bullet. ബൈറ്റ് ദ ബുള്ളറ്റ്. എന്താണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ? ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ടു ഫോഴ്സ് യുവർ സെൽഫ് ടു പെർഫോം ആൻ അൺപ്ലസൻറ്റ് ഓർ ഡിഫിക്കൽട്ട് ആക്ഷൻ ഓർ ടു ബി ബ്രേവ് ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ചില ജോലികൾ ചെയ്യാൻ നമ്മൾ പ്രേരിതരായിത്തീരുന്നതിനാണ് ടു ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുന്നത്. ഈ COVID-19 നിമിത്തം അനേക പ്രൈവറ്റ് സ്കൂൾ അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നല്ല, അവരുടെ ഒന്നും ശമ്പളം മാസങ്ങളോളം കിട്ടാതെ ആയി. അപ്പോൾ അവരിൽ പലരും പച്ചക്കറി വിൽക്കാനും പെയിൻ്റ് അടിക്കാനും പഴം വിൽക്കാനും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു സെൻറ്റൻസ് ഞാൻ പറയാം. When COVID-19 hit the income of private school teachers, so many of them decided to bite the bullet by taking some menial jobs. ചില താണ ജോലികളൊക്കെ ചെയ്ത് അവരുടെ കുടുംബത്തെ പോറ്റാൻ അവർ നിർബന്ധിതരായിത്തീർന്നു. അപ്പോൾ ടു ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ when the COVID-19 hit the income of private school teachers, many of them decided to bite the bullet by taking some menial jobs. അടുത്തത് Cutting corners. കട്ടിംഗ് കോർണേഴ്സ്. സമയം ലാഭിക്കാൻ അല്ലെങ്കിൽ ഈ പൈസ ലാഭിക്കാൻ തരം താണ ചില പണികൾ ചെയ്യുന്നതിനാണ് കട്ടിംഗ് കോർണേഴ്സ് എന്ന് പറയുന്നത്. ഡൂയിങ് സംതിങ് പൂർലി ഇൻ ഓർഡർ ടു സേവ് ടൈം ഓർ മണി. ഇപ്പോൾ ഈ അടുത്ത സ്ഥലത്ത്, ഈ ബാംഗ്ലൂർ സിറ്റിയിലൊരു കോളേജിൻ്റെ മാനേജ്മെൻറ്റ് കുട്ടികൾക്ക് വേണ്ടി ഒരു ടൂർ നടത്തി. ഊട്ടി കൊടൈക്കനാലൊക്കെയാണ് കൊണ്ടുപോയത്. പക്ഷേ സ്റ്റുഡൻസിന് അവർ നല്ല എമൗണ്ട് മേടിച്ചിട്ട് സ്റ്റുഡൻസിന് വഴിയിലെ തട്ടുകടയിൽ നിന്നൊക്കെ ആഹാരം മേടിച്ചാണ് കൊടുത്തത്. അപ്പോൾ കുറേ പൈസ അവർക്ക് ലാഭിക്കാം, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ അതേപ്പറ്റി ഒരു സെൻറ്റൻസ്: ദ കോളേജ് മാനേജ്മെൻറ്റ് വാസ് റിയലി കട്ടിംഗ് കോർണേഴ്സ് വെൻ ദേ പ്രൊവൈഡഡ് ചീപ്പ് ഫുഡ് ഫോർ ദ സ്റ്റുഡൻസ് ഡ്യൂറിങ് ദി സ്റ്റഡി ടൂർ. സോ കുട്ടികളുടെ നിന്ന് നല്ല എമൗണ്ട് മേടിച്ചു, എന്നിട്ട് അവരെന്താ ചെയ്തത്? പ്രൊവൈഡഡ് ചീപ്പ് ഫുഡ് so as to save money. So the college management was really cutting corners so as to save some money. Cutting corners. അടുത്തത് Hit the sack. പോയി കിടന്ന് ഉറങ്ങാൻ പറയുന്നതിനാണ് ഹിറ്റ് ദ സാക്ക്. സോ ഞാനും അയരുമ്പോഴും കൂടെ ചെസ്സ് കളിക്കുന്നതായിരുന്നു. അപ്പോൾ കളിക്കുന്നിടെ അവളങ്ങ് ഉറങ്ങിപ്പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എഴുന്നേറ്റ് പോയി ഉറങ്ങുക എന്ന് പറയുന്നു. സോ ഐ വാസ് പ്ലേയിങ് ചെസ് വിത്ത് മൈ ഡോട്ടർ ഐറിൻ. When I found her sleeping, I told her to go and hit the sack. പോയി കിടന്ന് ഉറങ്ങും. ഗോ ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ ഗോ ടു സ്ലീപ്പ്, പോയി ഇറങ്ങടി എന്നൊക്കെ പറയുന്നതാണ് ഗോ ഹിറ്റ് ദ സാക്ക് എന്ന് പറയുന്നത്. അടുത്തത് When the pigs fly. നടക്കാത്ത ചില കാര്യങ്ങളെ പറ്റി പറയുന്നതിനാണ്. സംതിങ് ദാറ്റ് വിൽ നെവർ ഹാപ്പൻ. നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ കാക്ക മലർന്ന് പറക്കും എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷിൽ when the pigs fly. ഒരു ഉദാഹരണം: പാർവതി thinks that she is a beauty queen and doesn't like any proposal brought to her. She will get married only when the pigs fly. പാർവതി ചിന്തിക്കുന്ന അവൾ വലിയ സൗന്ദര്യറാണിയാണ്, അതുകൊണ്ട് എവിടെ നിന്ന് വിവാഹാലോചന കൊണ്ടുവന്നാലും അവൾക്കത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവൾ കല്യാണം കഴിക്കുമ്പോൾ കാക്ക മലർന്ന് പറക്കും. അപ്പോൾ when she will get married the pigs fly, or she will get married only when the pigs fly.
പിഗ്സ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് കാക്ക മലർന്ന് പറക്കും, അല്ലെങ്കിൽ അത് അങ്ങനൊരു കാര്യം സംഭവിക്കാൻ വഴിയില്ല. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് To bite the bullet. എന്ന് പറഞ്ഞാൽ ചില പ്രയാസകരമായ നമുക്കിഷ്ടമില്ലാത്ത ജോലി ചെയ്യാൻ നമ്മൾ പ്രേരിതരാകുന്നതിനാണ് ബൈറ്റ് ദ ബുള്ളറ്റ്. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. കട്ടിങ് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ പൈസയോ സമയമോ ലാഭിക്കാൻ വേണ്ടി വില കുറഞ്ഞ ചില പരിപാടികൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് കട്ടിങ് കോർണേഴ്സ് എന്ന് പറയുന്നത്. Hit the sack. പോയി കിടന്ന് ഉറങ്ങുക, അതാണ് ഹിറ്റ് ദ സാക്ക്. Go to sleep. യെസ്. When the pigs fly. എന്ന് പറഞ്ഞാൽ Something that will never happen. ചില കാര്യങ്ങൾ സംഭവിക്കാനിടയില്ല, അത് സംഭവിച്ചാൽ കാക്ക മലർന്ന് പറക്കും എന്ന് പറയുന്നതാണ് when the pigs fly എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ ഒരു ആവർത്തിക്കുക, സ്വയം സംസാരിച്ച് പഠിക്കുക. ഒരു നല്ല ആഴമായ പഠനം നടത്താൻ, ഇതിൽ നല്ലൊരു ഗവേഷണം നടത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഇഡിയം പഠനം ഇവിടെ അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്. Bye.